ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അവിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏത് തരം അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കട്ടിയുള്ള വെളുത്ത അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ അവിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അവിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിർക്കുക. അവിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ അവിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ നിന്നുള്ള വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പറ്റാവുന്നത്രയും വെള്ളം മുഴുവനും പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ പിന്നെ എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റാവുന്നത്രയും വെള്ളം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അവിൽ നിന്നും വെള്ളം മുഴുവനും പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർക്കാം. കടലപ്പൊടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. നമുക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. സവാള കുറച്ചധികം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടിയാണ്. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഇനി ഇത് ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കുക. നമ്മളിത് പ്രസ് ചെയ്ത് കുഴയ്ക്കുന്നോറും ഇത് ശരിക്കും ചേർന്ന് കിട്ടും. വലിയ കുറച്ച് ഈർപ്പുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ബൈൻഡായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ കൈവച്ചിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. എനിക്ക് എത്ര വലുപ്പത്തിലാണോ വട വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് എടുക്കാം. അപ്പോൾ വലിയ വടയാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവെടുത്ത് ആദ്യം അടുപ്പിലാക്കുക. അതിനുശേഷം കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തീ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. പിന്നെ ഇത് ഇട്ട പാടെ ഇട്ട് ഇളക്കരുത്. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം, കളറൊക്കെ മാറി കിട്ടണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. വടയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. അപ്പോൾ നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അവൽ പിഴിഞ്ഞെടുക്കുക, വെള്ളം ഇല്ലാത്ത വിധം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണിത്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. കഴിക്കാനും അതെ നല്ല ക്രിസ്പി ആയിരിക്കും. ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്